നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ആറാട്ടിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പ്രതിച്ഛായ, നിവിൻ പോളിയുടെ സിനിമ. അത് പറഞ്ഞപ്പോഴാണ് ഈയിടെയൊക്കെ അടുപ്പിച്ച് പുള്ളിയെ ഞാൻ ട്രോൾ ചെയ്തല്ലടാ കാണുന്നുണ്ടെന്ന് നേരിട്ട്. ഞാൻ മറ്റേ ഗോകുല ഊട്ടുവരെ പോകുമ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. പിന്നെ മറ്റേ സോഷ്യൽ കിച്ചണിൽ പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പുള്ളി ഫുഡ് കഴിക്കുന്നു. പുള്ളിയല്ലേ ഇവന്മാരെ കണ്ടിരിക്കുന്നു പുറത്തിറക്കാൻ. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഹായ്, എന്റെ പേര് വിശാൽ മോഹൻദാസ്, ഹായ് മല്ലി, ഞാൻ ഇത് ചൊല്ലിയാകണം. അടുത്തവിടത്തേക്ക് ക്യാമറ ആസം തരുമോ, അസിസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമോ സാർ എന്റെ മനസ്സിലിങ്ങനെ നടന്നിട്ട്. ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അതിനുള്ള ധൈര്യമില്ല. ഇവിടെ ക്യാമറ മുമ്പിൽ നിന്ന് എന്തും പറയാം, പക്ഷേ പുറത്തിറങ്ങിയാൽ പറ്റില്ല. മറ്റേ വൺ മാൻ ഷോയിൽ ലാലിരിക്കുന്ന പോലെ. സോ നമുക്ക് പ്രതിച്ഛായയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. സോറി ഗൈസ്, റിമോട്ട് സ്റ്റക്കായി. ബാലേന്ദ്രൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എന്റെ വിജയകഥ കേൾക്കാനാണ്. ബട്ട് ആം ഐ സക്സസ്ഫുൾ? വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പേ പാക്കേജ് ഒക്കെ ആയി ഡിഫെൻഡ് ചെയ്യപ്പെടും. പക്ഷെ അത് അങ്ങനെയാണ്. ഗാന്ധിജിയും നെഹ്റുവും EMS ജയിച്ചവരാണ്, അതോ പരാജയപ്പെട്ടത്? മന്ത്രിസഭാ ഫോർമേഷനിൽ പല ഒക്കേഷൻസും ഉണ്ട്. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിന്റെയും മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ട് ലൂസിഫർ. മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. പിന്നെ കറപ്ഷനിൽ ബന്ധുലത്തിലാഹാം. കുറെ നാളെയല്ലേ പുള്ളി കണ്ട്. നമുക്ക് പുറത്തരാം, അകത്താണ്. സൗണ്ട് വേറെ അല്ലേ പുള്ളിക്കാരൻ ഡബ് ചെയ്തു. സാറിന് അവനെ പറ്റി അറിയാം, എന്നെ പറ്റിയോ? അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഷോട്ടാണ്. ആ വരക്കിപ്പുറം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഷേഡ് കാർട്ടാണോ? നാല് ഷേഡ് കാർട്ടാണ്. ശക്തം അറിയാലോ. വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ. അതാണ് പ്രതിച്ഛായ. ഞാൻ പറയും, സാർ കേൾക്കും. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ലേ? ഞാൻ ലൈൻ ഓഫ് പടം ലൂസിഫർ കണ്ടപ്പോൾ എനിക്ക് ലൂസിഫറിന്റെ ഫസ്റ്റ് ഹാഫ് ഇല്ലേ, പൊളിറ്റിക്കൽ ഡ്രാമ സൈഡ്, അതെനിക്ക് കുറച്ച് ഇഷ്ടം വർക്കായിരുന്നു. പ്രത്യേകിച്ച് മറ്റേ നമ്മുടെ പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നുണ്ട് അതിനകത്ത്, ആ ക്യാരക്ടർ ആ മൊത്തം പൊളിറ്റിക്കൽ ഡ്രാമയ്ക്ക് ഒരു നല്ല രസം കൊടുത്തിരുന്നു. ഇതിനകത്ത് എനിക്കൊന്ന് അത് ആക്ച്വലി ഇപ്പൊ എമ്പുരാനെ പറ്റി പറയുമ്പോൾ എമ്പുരാനകത്തും അങ്ങനത്തെ കുറച്ച് സീനുണ്ട്. അതായത് ഇവര് പുള്ളിയും നമ്മുടെ മറ്റേ എന്തായിരുന്നു മറ്റേ ശിവജി ഗുരുവായൂർ പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഇവർ രണ്ടുപേരുടെ ഒരു കോൺവെർസേഷൻ സീനുണ്ട് ഈ എമ്പുരാനകത്ത്. അതെനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫിൽ എന്തോ ആണെന്ന് തോന്നുന്നു. അത് സെക്കൻഡ് ഹാഫിന്റെ സീൻ. പക്ഷെ അവരുടെ ഒരു സീനുണ്ട്. അത് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഈ പടം ഇങ്ങനെ ടി വിയിൽ വന്ന സമയത്ത് ആ ഒരു സീൻ കണ്ടപ്പോൾ അതിനകത്ത് ഡയലോഗ് ഞാൻ കേട്ടപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ, രസമുണ്ടല്ലോ അത്. അതായത് ഈ പൊളിറ്റിക്കൽ ഡ്രാമ ഇതിപ്പോ കുറച്ചുകൂടെ സീരിയസ് പടമാണ്, പക്ഷെ അത് ഈ സ്കെയിലിൽ കുറച്ചുകൂടെ ഫൺ പൊളിറ്റിക്കൽ ഡ്രാമ ഇല്ലേ, അങ്ങനൊരു പടം. പക്ഷെ ഇത് കുറെയൊക്കെ ലൂസിഫറിന്റെ ആ ഫസ്റ്റ് ഹാഫിന്റെ മൂടായിരിക്കും. പക്ഷെ പിന്നെ ഇത് മറ്റേ ആക്ഷൻ ഓറിയന്റഡ് പടമായിട്ട് തോന്നുന്നില്ല, കാരണം അങ്ങനത്തെ ഒരു എലമെന്റ് നമ്മൾ കാണുന്നില്ല. പക്ഷെ അവനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്നും പറയുന്നില്ലേ, എന്നെ പറ്റി അറിയോ? അത് തന്നെ. അത് ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകളിലെല്ലാം ഈ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം വർക്ക് ചെയ്യുന്ന പടങ്ങളെല്ലാം ഒരു പോയിന്റ് വരെ സിനിമ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുമായിരിക്കും. ഒരു പോയിന്റിൽ ഇതിനെ ഒരു സ്ഥിരം, അതായത് കുറച്ച് ക്ലീഷ, ഈ പറഞ്ഞ മറ്റേ ഏജന്റ് എക്സിന്റെ എലമെന്റ്, അത് പുള്ളിക്ക് ട്വിസ്റ്റ് വെക്കണം എന്നുള്ളൊരു ഒരു നിർബന്ധമുള്ള പോലെ എല്ലാ പടത്തിലും കാണാം. അതായത് അത് ആവശ്യമില്ലെങ്കിലും ആ സിനിമ അതുവരെ. ഇപ്പം നെയ്യാറ്റിൻകര ഗോവൻ്റെ ആറാട്ട സിനിമ നമുക്ക് ഈ ഏജന്റ് എക്സ് വരെ ആണെങ്കിൽ തന്നെ ഒരു പോയിന്റ് വരെ അവിടം വരെയൊക്കെ വെറുതെ അതിനെ കണ്ടോണ്ടിരിക്കാം. ഈ പറഞ്ഞ പോലെ ചോറുണ്ടുമ്പോൾ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന അല്ലല്ല തമാശ പറഞ്ഞല്ല. ഇപ്പൊ ഈ
ടി വിയിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ റീവാച്ച് വരുന്നതാണ്. ഈ പടം ആറാട്ട് മൾട്ടിപ്പിൾ ടൈംസ് ടി വിയിൽ വരുന്നുണ്ട്, ചാനൽ വരുന്നുണ്ട്. അല്ല ചാനൽ വരുന്നത് നിങ്ങൾ കണ്ടില്ല, ചാനലിൽ അത് ഒരുപാട് റിപ്പീറ്റ് ടെലികാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇത് ഇത്രയും ട്രോൾ ചെയ്യപ്പെട്ട പടം, കാര്യം അത് ചുമ്മാ ഇരുന്ന് നമ്മൾ ചാനൽ മാറ്റി വെച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഇങ്ങനെ വെറുതെ കുറെ ഫണ്ണായിട്ട് ഇങ്ങനെയൊക്കെ പോവാം. നമ്മൾ മീഡിയത്തിന്റെ ഇതുണ്ടല്ലോ, ഇപ്പൊ ടി വിയിൽ വരുന്ന കാണാൻ പറ്റുന്ന പടം അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവിടെ നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലാസ്റ്റത്തെ ഏരിയയൊക്കെ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഇത് ഈ ഉണ്ണികൃഷ്ണൻ എഴുതുന്ന മിക്ക പടങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ആ പടം ഇപ്പം മറ്റേ മിസ്റ്റർ ഫോർഡ് എന്നൊക്കെ പറഞ്ഞ പടമില്ലേ, അതും എവിടെയൊക്കെ കുറെ നല്ല എലമെന്റുകളൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ക്ലൈമാക്സിൽ ഇതുപോലെ വലിയ സംഭവം എനിക്ക് തോന്നി അങ്ങനെ. അതെ വില്ലനകത്തും കുറെ നല്ല സീനുകളും നല്ല ഡ്രാമ സീക്വൻസ്. ഇനിഷ്യലി ഭയങ്കര രസമാണ് മോഹൻലാൽ അങ്ങനെ വന്നിട്ട് പിന്നീട് കുറച്ചൊരു എനിക്ക് തോന്നുന്നു ഇതും ഈ പറയുന്ന പോലെ ഞാൻ ആരാന്ന് അറിയത്തില്ലല്ലോ പോയിന്റ് ചിലപ്പോൾ അതായിരിക്കും. അവിടെ നിന്ന് ഇത് വീണ്ടും മറ്റേ ഫ്ലാഷ് ബാക്ക് കിട്ടുന്നു പോവാതെ അങ്ങനത്തെ സമാധാനപരമായിട്ടുള്ള പടമാണെങ്കിൽ നല്ല. പക്ഷെ ഇതിന്റെ ഓവറോൾ ഇപ്പൊ ഈ ട്രെയിലർ കട്ടിന്റെ ഒരു പേസിങ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പോകത്തില്ലെന്നാണ് തോന്നുന്നത്. അതെ, റിലീസ് പറഞ്ഞിട്ടില്ലല്ലോ, റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ട്രെയിലർ കട്ട് അത്ര രസമായിട്ട് തോന്നിയില്ല. കുറച്ചധികം ഒരു താളം ഇല്ല, എവിടെയും എങ്ങോട്ടും പോകാത്തൊരു ട്രെയിലർ. ഇങ്ങനെ കുറച്ച് ഫേസസ്, കുറച്ച് ഡയലോഗ്സ്, ഇത്രയും പേര് ഇതിനകത്തുണ്ട്. ഒറ്റ പേസിൽ പോണത് വേറെ ഒരു ടീസർ മൂടുള്ള ട്രെയിലറാണ്. സോ പടത്തിന്റെ അടുത്ത അനൗൺസ്മെന്റ് ആട്ടെ, പടത്തിന്റെ റിലീസിനെ പറ്റി ഒന്നും പുള്ളി മറ്റേ ഇതിനകത്ത് പറഞ്ഞില്ലേ, ഞാൻ മലയാള സിനിമ തുടരാൻ വേണ്ടി ഒന്ന് തീരുമാനിക്കാൻ പോകുന്ന സിനിമയാണ് അങ്ങനെ പറഞ്ഞോ, അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ചധികം പുള്ളിക്ക് നെഗറ്റീവ് ഇതായല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി കുറച്ച് വൃത്തിക്ക്, ആക്ച്വലി എനിക്ക് പുള്ളി ടെക്നിക്കലി നല്ല ഡയറക്ടറാണ്, പക്ഷെ പുള്ളി എടുക്കുന്ന ഈ സ്ക്രിപ്റ്റുകളിൽ എന്തോ ഒരു, അതായത് പുള്ളിക്ക് നല്ല സ്ക്രിപ്റ്റ് കൊടുത്താൽ പുള്ളിക്ക് നല്ല പടം ചെയ്യാൻ പറ്റും. കാര്യം അദ്ദേഹത്തിന് ഭയങ്കര ഒരു ക്രാഫ്റ്റ് ഉള്ള ആളാണ്, ഫിലിം മേക്കറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം ഇതെല്ലാം എഴുതുന്ന പുള്ളി തന്നെ. അപ്പൊ ഈ പടം പുള്ളി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. അത് എഴുത്തിന് കുറച്ചുകൂടെ ബെറ്റർ ഒരാൾ വന്നാൽ പുള്ളിക്ക് ഭയങ്കര ബെറ്റർ ഒരു പടം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ആറാട്ട് എഴുതിയിരിക്കുന്നത് ഉദ്ദേശമാണ്. ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഉദ്ദേശം എഴുതുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും, കാര്യം അവര് പണ്ട് ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയിരുന്ന, നമ്മൾ ഇന്നും റിപ്പീറ്റ് വാച്ച് കാണുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് സിനിമകളുടെ റൈറ്റേഴ്സാണ്. പക്ഷേ അവർക്ക് വാല്യൂസ് ഒക്കെ ഒരുപാട് മാറി. അതെ. അപ്പൊ അവർക്ക് പ്രസന്റ് ടൈമിൽ ഒരു ഹിറ്റ് ഉണ്ടായി കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് അദ്ദേഹത്തിന് ഹിറ്റ് ഈ പറഞ്ഞ പുലിമുരുകനായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ പുലിമുരുകൻ പോലും റൈറ്റിങ്ങിനേക്കാൾ അതിന്റെ മേക്കിങ്ങിലാണ് ആ പടത്തിനെ ആൾക്കാർ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയത്. നല്ലൊരു കോമ്പിനേഷൻ ജീത്തു ജോസഫ് എഴുതിയ ഒരു പടം പുള്ളി ചെയ്ത നല്ല രസമായിരിക്കും. കറക്റ്റ്, പുള്ളിക്ക് ഈ പറയുന്ന പോലെ ഗ്രാൻഡ് മാസ്റ്റർ കുറെ കൂടി, കാരണം ജീത്തു ജോസഫ് റൈറ്റിംഗിൽ ബെറ്റർ ആയതുകൊണ്ട് തന്നെ ആ മോഡലുള്ള പടം. അതെ, അങ്ങനെ കോമ്പിനേഷൻ അവരുടെ അതൊക്കെ വന്നാൽ ചിലപ്പോൾ നല്ല രസമായിട്ട് തോന്നും. ഇനിയിപ്പോൾ ഏതായാലും പടത്തിന്റെ ബാക്കി അപ്ഡേറ്റ്സ് വരട്ടെ, ഇതിന്റെ റിലീസൊക്കെ വരട്ടെ. ഏതായാലും സിനിമകളെല്ലാം ആക്ച്വലി ഇത് ഭയങ്കര സൈലന്റ് ആയിട്ട് ചെയ്തോടാ. അത് ആരും അറിയാതെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം മറ്റേ ലാലേട്ടൻ ഇത് മറ്റേ അതിന്റെ റിവീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു വന്ന് ഇപ്പം നിമ്പോളി തിരിച്ചു വരവ് സമയമാവട്ടെ. കഴിഞ്ഞ വർഷം ചെയ്തതല്ലേ, സർവമായിട്ടൊരു പോസിറ്റീവ് വൈബിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇനി പടത്തിൻ്റെ അടുത്ത അപ്ഡേറ്റ് വരട്ടെ, റിലീസും കാര്യങ്ങളൊക്കെ വരട്ടെ. നമ്മളെല്ലാ സിനിമയും നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് എല്ലാത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാൻ പറ്റുന്നില്ലാന്നേ ഉള്ളൂ. സോ അപ്പം ഇതും നമ്മൾ കാണുന്നതായിരിക്കും.